നമ്മുടെ ഡെമോക്രസി കാരണമാണ് നമുക്ക് ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒക്കെ കുറവിന് കാരണം. ആളുകൾ അതൊരു സെക്യൂർ ആയിട്ട് കാണുന്ന രാജ്യമാണ് ദുബായ്. പാലം പണിയോ മറ്റോ ഉണ്ടെങ്കിൽ വർഷങ്ങൾ നീണ്ട്. അത് നമ്മുടെ നാടിന്റെ ഒരു ഈ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം രീതിയാണ്, നമ്മുടെ ഭരണത്തിന്റെ രീതി അല്ലെങ്കിൽ നമ്മുടെ ഈ ഡെമോക്രസിയുടെ ഒരു വൾഗർ അവസ്ഥയാണ് വേണമെങ്കിൽ പറയാം. 60% ഇവിടുത്തെ വിദേശികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യൻസാണ്. പിന്നെ നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി വെജിറ്റബിൾ ഫാംസ് എല്ലാം കൃഷി ചെയ്യുന്നു. മറക്കില്ല ഞാൻ ഈ പ്രവാസം. അല്പം ജാഡയിലാണ്, ദുബായിൽ ഒരു വില്ലയിലാണ് ഇരിക്കുന്നത്. ഈ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നൂർ മുഹമ്മദ് എന്ന് പറയുന്ന പെരിന്തൽമണ്ണ സ്വദേശി, അദ്ദേഹത്തിൻ്റെ വില്ലയിലാണ്. അദ്ദേഹം ഇവിടെ ബിസിനസ് ചെയ്യുന്നു, കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നു. നേരത്തെ എനിക്ക് പരിചയമുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു റിയൽ ബോസിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് 2 വാക്ക് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ പെരിന്തൽമണ്ണ എന്ന ദുബായിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു സാർ? ആക്ച്വലി ഞാൻ ആദ്യം ഗൾഫിലേക്ക് പോയത് സൗദി അറേബ്യയിലേക്കാണ്. അവിടുന്ന് ഇപ്പോൾ 2007 ഞാൻ ഇവിടെ ബിസിനസ് തുടങ്ങി. 2010 ഇങ്ങോട്ട് താമസം മാറി, ദുബായിലോട്ട് താമസം. 18 വർഷത്തോളം ആയി ദുബായിലുണ്ട്. നമ്മളൊരു 10-12 വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂ അത് നമ്മള് ഇവിടെ ദുബായിലേക്ക് വന്ന ഉടനെയാണ്. ഇവിടെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലാണ് ആദ്യം സാറിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നത്, അവിടെ നാട്ടിൽ കിണർ ഒഴിച്ച വെള്ളം കിട്ടും, ഇവിടെ വന്ന് കിണർ ഒഴിച്ച പെട്രോൾ കിട്ടും എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്? ഇല്ല, അതൊക്കെ വെറുതെ പറയാന്ന്. ഈ പെട്രോൾ എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. നമ്മളിത് വിശ്വസിക്കുന്നത് എത്രയോ മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ഫോസിൽ, മൃഗങ്ങളുടെ ഒക്കെ ഫോസിൽ പെട്രോളായി മാറിയതാണ്, ക്രൂഡായി മാറിയതാണ്. അതാണ് ഈ ഭൂമിന്റെ ഇടയിൽ കിടക്കുന്നതാണല്ലോ വിശ്വസിക്കുന്നത്. മില്യൺസ് ഓഫ് ഇയേഴ്സ് ഉള്ള ജീവജാലങ്ങളുടെ ഫോസിലെല്ലാം കൂടെ ചേർന്നിട്ട് ക്രൂഡായി മാറി. അത് ഭൂമിയുടെ അടിയിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത് ചില സ്ഥലങ്ങളിൽ ഇത് ലഭിക്കാൻ കുറച്ചുകൂടെ അധികം താഴ്ന്ന പ്രദേശത്താവില്ല, പെട്ടെന്ന് ലഭിക്കും. അത്തരം ഏരിയയാണ് ഈ മിഡിൽ ഈസ്റ്റ്. അതുകൊണ്ടാണ് ഇവിടെ എണ്ണ രാജ്യം. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എണ്ണ. പക്ഷെ നമുക്കത് ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ $60 ഒരു ക്രൂഡിന്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പ്രൊക്യൂർ എടുക്കുമ്പോഴേക്കും $60 മുകളിൽ ചെലവ്. അതുകൊണ്ട് നമ്മൾ അതിന് പോകുന്നില്ല. മറിച്ച് ഇവിടെ നമ്മൾ പറയുന്ന സൗദിക്കൊക്കെ $20 ചെലവ് വരുന്നുള്ളൂ. അത് കാരണം ഇവിടെ എണ്ണ രാജ്യം എന്ന് പറയുന്നത്. എണ്ണ ഈ ക്രൂഡ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇത് ഏത് ഭാഗത്താണോ നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ് എടുക്കാൻ പറ്റിയ, ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലായിടത്തും ഇപ്പം ജലമുള്ളത് പോലെ ഇതുണ്ടെന്നാ പറയുന്നത്. അതിനും താഴെയായിട്ട് പരിവേഷണം ചെയ്യുന്ന ചെലവുണ്ടല്ലോ, ആ ചെലവിനനുസരിച്ചാണ് ഇവിടെ ഇതിന്റെ ലാഭ വ്യത്യാസം ഉണ്ടാകുന്നത്. അത് പൊതുവെ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത്, മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, മലേഷ്യ ഒരു എണ്ണ രാജ്യമാണ്. മറ്റു കുറേ നമ്മുടെ ഈ പഴയ റഷ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഈ അസർബൈജാൻ ഇങ്ങനെ രാജ്യങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യം പോയാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര്, വെനിസ്വേല ഒത്തിരി എണ്ണ ഉണ്ട്. വെനിസ്വേല ഒത്തിരി എണ്ണുള്ള രാജ്യമല്ലേ. ഒമാനിൽ തന്നെ കൂടുതൽ ചിലവാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ ഇവിടെ എണ്ണുള്ള സൗദി അറേബ്യയാണ്. അത് ഗൾഫ് രാജ്യങ്ങളിൽ. പിന്നെ ഇറാഖാണ്. പക്ഷെ ഇറാഖിൽ ഇപ്പോൾ ഭരണമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ്. സദ്ദാമിന്റെ കാലത്ത് ഇറാഖായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ എണ്ണ രാജ്യം. അപ്പോൾ ഇത് പ്രൊക്യൂർ ചെയ്യുന്നതിനനുസരിച്ചാണ്. പിന്നെ സാർ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക്, അല്ല അതിപ്പോൾ റീസെൻ്റ്ലി വന്നതാണ്. ഇപ്പം ഇവിടുത്തെ ഒരു മാർക്കറ്റ് കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ നമ്മളതിലേക്ക് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു എന്നുള്ളൂ. നമ്മുടെ കോർ ബിസിനസ് അല്ല. സാധ്യത ഉണ്ട് എന്ന് പറയാം. അത് ഈയിടെ കുറച്ച് ഭൂമി, കാരണം അറിയാലോ ഇപ്പൊ ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലോകത്ത് പല പ്രശ്നങ്ങളും നടക്കും. ആളുകൾ അതൊരു സെക്യൂർ ആയിട്ട് കാണുന്ന രാജ്യമാണ് ദുബായ്. ഇവിടെ താമസിക്കാൻ സുഖമാണ്, സെക്യൂരിറ്റി വൈസ്. അപ്പം പൊതുവെ ഇപ്പൊ ഈ സ്വർണത്തിന് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർണത്തിന് വില കൂടുക. അതിന്റെ മറ്റൊരു രീതിയാണ്, ലോകത്ത് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് കൂടും. കാരണം ആളുകൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും.
അങ്ങനെ ഇവിടെ താമസാക്കും. സ്വന്തമായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണെന്നുള്ള അപ്പൊ ഇപ്പം കൊറോണക്ക് ശേഷം 2022 ശേഷം ഇവിടെ വലിയൊരു ബൂമിങ് ഉണ്ടായത്. ഒത്തിരി ബിൽഡേഴ്സ് ഇവിടെ വരുന്നു, ഇനിയും കുറെ പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അത് കുഴപ്പമില്ലെന്നുണ്ടപ്പോൾ ചെറുതായിട്ട് നമ്മൾ അതിലേക്കും ഒരു ചുവട് വെച്ചതാണ്. ഇതിനകത്ത് ഞാനൊരു കണ്ടൊരു തമാശ എന്താ, നമ്മൾ മുമ്പ് നാട്ടിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡേഴ്സ് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വില്ല പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്നത് NRIസിനെയാണ്. അവരുടെ കയ്യിൽ ഫണ്ടുള്ളൂ, അവരെ കൊണ്ട് അവിടെ വാങ്ങിപ്പിക്കുക. ഇപ്പൊ നേരെ തിരിച്ച് അവിടെയുള്ള കേരളത്തിലുള്ള കാശുകാരെ കൊണ്ട് ഇവിടെ ഫ്ലാറ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് മാറി കഥ. അത് കേരളത്തിലെ സാഹചര്യം മാറിയോണ്ടാണ്. കാരണം പൊതുവെ ഇപ്പൊ ഇന്ത്യയിലും എനിക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, അപ്പോൾ ബോംബെയിലൊക്കെ ഉണ്ട്, ആ ഒരു അപ്രീഷിയേഷൻ കേരളത്തിൽ കിട്ടുന്നില്ല. കേരളത്തിൽ പൊതുവെ പിന്നെ ലാൻഡും എന്താ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പുതിയ തലമുറക്കൊന്നും ലാൻഡ് വേണ്ട, ലാൻഡ് ഉണ്ടാക്കി വീട് വെക്കുന്ന ആ ഒരു ഡിമാൻഡൊക്കെ ആകെ മാറി. ഇപ്പൊ ഫ്ലാറ്റും മറ്റൊക്കെ മതി. എന്നാൽ ഫ്ലാറ്റിനും ഡിമാൻഡ് അപ്രീഷിയേഷൻ കുറവാണ്. അത് കാരണം ആളുകൾ ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പൊതുവെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇവിടെ നല്ല അപ്രീഷിയേഷൻ, നല്ല ROI ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ വളരെ നല്ലതാണ്. ഇവിടെ വന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ ഈ യാത്രയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സാധനം. കാരണം സാർ പറഞ്ഞ കറക്റ്റാണ്, പുതിയ തലമുറയ്ക്ക് സ്വന്തമായിട്ട് വീട് വേണമെന്നില്ല. ഇല്ല, അവർ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾ അവിടെ സ്വന്തമായിട്ട് കുടുംബം പോലും വേണമെന്നില്ല. അതെ, അതിപ്പം പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ കുറച്ച് അവരുടെ ഫാദറൊക്കെ നിർബന്ധിച്ചിട്ട് ചില ആളുകളൊക്കെ ഫാദറിന്റെ നിർബന്ധത്തിനൊക്കെ വീട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥലങ്ങൾക്ക് ഡിമാൻഡ് കുറവായി നമ്മുടെ നാട്ടിൽ. പക്ഷെ ടൗണിൽ മാത്രം വളരെ പക്ക ടൗൺ കമേഴ്ഷ്യലിന് മാത്രമേ ഡിമാൻഡ് ഉള്ളൂ. എന്റെ തന്നെ നേരത്തെ 10 വർഷം പോയിട്ടുള്ള ഉൾഭാഗങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ അതേപോലെ നടക്കും. എന്നാൽ ഇന്ത്യൻ രൂപയുടെ ഇൻഫ്ലേഷൻ ആണെങ്കിൽ 7-8%. എന്ന് വെച്ചാൽ 10 വർഷം മുമ്പ് നമ്മൾ ചെലവാക്കിയത് ഇപ്പോൾ 7%. അന്ന് 1 ലക്ഷം ചെലവാക്കിയിട്ട് 1.70 അല്ലെങ്കിൽ 2 ലക്ഷമാണ് അതിന്റെ വാല്യൂ തന്നെ. പക്ഷെ നമുക്ക് ആ ഒരു വില തന്നെ അന്നത്തെ 1 ലക്ഷം തന്നെ ഇന്നും കിട്ടുന്നു. സ്വർണ്ണമൊക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ആവും. ഈ ദുബായിൽ തന്നെ സാറ് പറഞ്ഞ 2007 ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു ജീവിത സാഹചര്യം മാറിയിട്ട് ഇപ്പൊ സാറിന് ഇവിടെ സ്വന്തം വില്ലയിൽ താമസിക്കാൻ പറ്റുന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ എക്സ്പാർട്ടീസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അല്ല, ദുബായിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പാർട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. മനസ്സിലായില്ല? നമ്മുടെ നാട് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം, നമ്മുടെ ഒരു ഹോം ടൗൺ പോലെ തന്നെ അതിലേറെ സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാൻ. ഒന്നാമത് കാരണം നമുക്ക് 3 മണിക്കൂറാണ് വേണ്ടി നാട്ടിലേക്ക് എത്താം. പിന്നെ ഇവിടെ 88% എക്സ്പാർട്ടീസ് ആണ്, ഫോറിനേഴ്സ് ആണ്. 12% ഈ നാട്ടുകാരേ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന ഈ നാട്ടുകാരുടെ ഇടയിലാണ്. ഇവിടെ എൻ്റെ അയൽവാസികളെല്ലാം ഈ നാട്ടുകാരാണ്, ഒറിജിനൽ ഇവിടുത്തുകാരാണ്. പക്ഷേ ഇവർ വളരെ കുറവാണ് ഇവിടെ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് തോന്നില്ല നമ്മൾ മറ്റൊരു രാജ്യത്താണെന്നുള്ളത്. പിന്നെ മലയാളി കമ്മ്യൂണിറ്റി ഒരുപാടുണ്ട്, നിങ്ങൾ തമ്മിലെല്ലാം നല്ല ബന്ധമാണ്, നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പം ഇവരുടെ ഇടയിലാണെങ്കിലും നമ്മളൊരു ബിസിനസ്സുകാരെന്നുള്ള നിലക്കും മറ്റും നമുക്ക് റെസ്പെക്റ്റും കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിൽ റെസ്പെക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഏത് രീതിയിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അതൊക്കെ ആയിരിക്കും നമുക്കിവിടെ കൂടുതൽ സെക്യൂറായി തോന്നുന്നത്. മക്കൾക്കൊക്കെ തന്നെ നാട്ടിലേക്കാൾ ഇവിടെ ഒക്കെ ആയിരിക്കും ഇഷ്ടം. ഡെഫിനറ്റ്ലി. മക്കളൊക്കെ പിന്നെ ഇവിടെ തന്നെ ജനിച്ചു വളർന്നുകൊണ്ട് അവർക്കൊന്നും നാട്ടിലെപ്പോഴും നമ്മളൊരു ജസ്റ്റ് വിസിറ്റ് ചെയ്യുന്നു. വിസിറ്റ് ചെയ്ത് വരുമ്പോഴുള്ള ഒരു അത്ര തന്നെ നമ്മൾ കണ്ടു തിരിച്ചു വരിക. അവർക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടം എല്ലാവർക്കും. അതെ, മക്കളൊക്കെ അങ്ങനെ തന്നെ. നാട്ടിലും നല്ലൊരു വീട് വെച്ച്, നല്ല മനോഹരമായ ഒരു വീട് വെച്ച് ഈ വീട് ഉണ്ടാക്കുക. അത് വീടെന്ന് പറയുന്നത് കേവലം ഈ കല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിക്കുന്നതിനപ്പുറം അതിനകത്തൊരു വീടെന്ന് പറയുന്ന ഒരു വികാരമാണ്, അല്ലേ? അതെ, അത് പ്രത്യേകിച്ചും നമ്മുടെ എനിക്കൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കായിരിക്കും അങ്ങനെ ഒരു ചിന്ത. നമ്മളൊരു സമൂഹവുമായിട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് ജീവിക്കുന്നത്. അപ്പം നമുക്ക് നാട്ടിലാണെങ്കിലും ഒരു അഡ്രസ്സ് വേണം, ഒരു തറവാട് വേണം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് നമുക്കൊരു അഡ്രസ്സ് വേണം. അപ്പം നാട്ടിൽ ഞാൻ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ അവരുടെ സാമ്പത്തിക നില അവർ ഉയർന്നതിനനുസരിച്ച് ഈ വീടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ പുറത്താണ് താമസിക്കുന്നത്. അവർക്കറിയാം ഇതൊരു വേസ്റ്റാണ്, എന്നാലും അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗം. എനിക്കൊണ്ട് മറ്റുള്ള കമ്മ്യൂണിറ്റിയിലൊന്നും അങ്ങനെ ഇല്ല. പലപ്പോഴും പുറത്തുള്ള ഒരാള് ഇത് നമുക്ക് അപ്പുറത്തല്ല, ദൂരെ നോക്കി കാണുന്ന പലരും പറയുന്നു ഈ പറഞ്ഞ പോലെ കാശ് ഉള്ളതിന്റെ ഒരു പ്രൗഢി കാണിക്കാൻ വേണ്ടി വലിയ വീട് വെക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാറ് ശരിക്കും മനസ്സിൽ കണ്ട കാര്യങ്ങൾ അല്ല, പ്രൗഢി എന്നല്ല, നമുക്ക് നമ്മുടേതായ ഒരു സൗകര്യത്തിൽ ജീവിക്കുക. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ നെറ്റ്വർത്തിനനുസരിച്ചുള്ള വീടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ വീട് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. ഇപ്പൊ നാട്ടിൽ 20-25,000 ഒക്കെയാണ് എന്റെ സിമിലർ ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത്, എന്റെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നത്. അതിലേക്കൊന്നും പോയിട്ടില്ല. 10,000 തന്നെ ഇനഫാണ്. അത് നമുക്ക് സൗകര്യത്തിനുള്ള ഒരു വീട്. ഇപ്പൊ നമ്മളിപ്പം അത്ര സൗകര്യത്തിലാണ് കുറെ കാലമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ നാട്ടിൽ നമ്മൾ ആ ഒരു സൗകര്യത്തിൽ ജീവിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ നമ്മളുള്ളൂ. അപ്പൊ ഉള്ളത് കുറച്ച് ഭംഗിയായിട്ടും വൃത്തിയായിട്ടൊക്കെ
ചെയ്തു എന്നുള്ള. പുറത്ത് നോക്കുന്ന ഒരു ഇത് അറിയാത്തൊരു കാര്യമുണ്ട് സാർ. അതായത് നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടണം എന്നുള്ള ഒരു അടങ്ങാത്ത വാശിയും ലക്ഷ്യബോധവും കൊണ്ടാണ് നമ്മൾ നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ വീണ്ടും നമ്മളെ ചെറിയൊരു വീട്ടിൽ ചാണകം മെഴുകി വീട്ടിൽ തന്നെ താമസിക്കണം നിർബന്ധം പിടിച്ചാൽ എങ്ങനെ ചെയ്യും? അതെ അതും ശരിയാണ്. അല്ല, ജീവിത നിലവാരം മെച്ചപ്പെടണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഗൾഫിലേക്ക് വരുന്ന 90s കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ ഇതെല്ലാം മറ്റൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ നാട്ടിൽ ഒട്ടും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അങ്ങനെയല്ല. അവർക്ക് അങ്ങനെ ഗൾഫ് അല്ലെങ്കിൽ മറ്റു വിദേശ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, അവസരങ്ങളുണ്ട്. പിന്നെ ലോകത്ത് എവിടെ ഇരുന്നാലും എവിടെയും ജോലി ചെയ്യാം. ഈ AI യുഗത്ത് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. പുതിയ ജൻസിക്കൊന്നും ഇങ്ങനെ നമ്മളെ പോലെ നാട് വിടണം എന്നുള്ള ചിന്ത അല്ല. വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ വിടുന്നുള്ളൂ. കാരണം വിദ്യാഭ്യാസം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അത്ര പോരാന്നാ പറയുന്നത്. വിദ്യാഭ്യാസത്തിന് കൊണ്ട് പോയിട്ട് പിന്നെ അവരാ നാട്ടിലങ്ങ് സെറ്റിൽ ആവുന്നല്ലാതെ നാട്ടില് ഇപ്പം അവസരങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ വീടിന്റെ ഇതിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുള്ള ജോലിക്കാർ തൊഴിലാളികൾ അവരുടെ ഒരു വരുമാനം, ആ ഒരു പ്രോജക്റ്റ് തീരുന്നവർ അവർക്കൊരു വരുമാനം, അതൊക്കെ ഇതിനകത്ത് വരുന്നത് നാട്ടില് തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുന്ന ഈ പണം. പിന്നെ നാട്ടിൽ എത്രയോ ആളുകൾ കൊണ്ട് ജീവിക്കുന്നു, അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും അതെ. കാരണം അവർക്ക് വരാൻ അവസരം ഉണ്ടായത് നമ്മുടെ നാട്ടുകാരവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതിനപ്പുറം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയകൾ വന്നതിന് ശേഷം ഈ വീടുകളെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്കും ഒരു വരുമാനമാകും. അവരും ഈ വീടുകൾ കൊണ്ട് ജീവിക്കുന്ന എത്രയോ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സാധ്യതകൾ അതിന്റെ പിന്നിലുണ്ട്. മാത്രമല്ല ഈ നല്ല നല്ല കൺസ്ട്രക്ഷൻസ് വരുമ്പോൾ നമ്മുടെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളും കൂടെ കാണാൻ പറ്റും. എല്ലാം ഡ്രൈ ആയിട്ട് എങ്ങനെ ശരിയാവും? നാട് വളരണ്ടേ? അതിന് ആരെങ്കിലും ഒക്കെ കഷ്ടപ്പെടുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ മനസ്സിൽ. ഇവിടെ ഈ പറഞ്ഞാല് സാർ ഇവിടെ സ്വന്തമായിട്ട് ഇപ്പൊ വാങ്ങിച്ച് വീട് വെക്കാൻ നമുക്ക് പറ്റും. മുമ്പ് സാർ വന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ വളരെ ലിമിറ്റഡ് ഏരിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം റീസെന്റ് ഈവൻ ഇപ്പൊ ഈ വർഷത്തിലൊക്കെ ഇവർ മോസ്റ്റ് ഓഫ് ദ ഏരിയ ദുബായ്, പ്രത്യേകിച്ചും ദുബായ് ഫ്രീ ഹോൾഡാക്കി മാറ്റുകയാണ്. കാരണം അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർക്കും തന്നെ അത് നല്ലൊരു വരുമാനമാണ്. ഷാർജ ഒട്ടും ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അവർ ഒരു GCCക്കാർക്ക് മാത്രം കൊടുക്കുക, മറ്റുള്ള ആളുകൾ വന്ന് അവരുടെ കൾച്ചർ മാറുന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഷാർജ. ആ ഷാർജ ഇപ്പം നല്ലൊരു പെർസെൻറ്റേജ് ഫ്രീ ഹോൾഡ് ആക്കി തുടങ്ങി. അജ്മാൻ നേരത്തെ ഫ്രീ ഹോൾഡാണ് മോസ്റ്റ് ഓഫ് ദ പാർട്ട്. ഞാൻ 2011 മുതൽ അജ്മാനിൽ സ്ഥലം വാങ്ങിക്കുന്നുണ്ട്. അജ്മാനിൽ മോസ്റ്റ് ഓഫ് ദ പാർട്ട് അന്ന് മുതൽ ഫ്രീ ഹോൾഡാണ്. അജ്മാന് ഇന്നും ഫുജൈറ എന്ന് പറയുന്ന ആ ഒരു എമിറേറ്റ്സ് ഇപ്പോഴും ഫ്രീ ഹോൾഡ് ആയിട്ടില്ല. പക്ഷെ ദുബൈയിൽ നല്ലൊരു പാർട്ട് ഇപ്പം അവർ ഈ ലോക്കൽസിന് മാത്രം ഉണ്ടായിരുന്ന ഭാഗം വരെ അവർ 30% അഡീഷണൽ വാങ്ങിച്ചുകൊണ്ട് ഗവൺമെന്റിലേക്ക് ചാർജ് വാങ്ങിച്ചുകൊണ്ട് ഫ്രീ ഹോൾഡ് ആക്കി തുടങ്ങി. അങ്ങനെ അത്രയും ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ റെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത് തന്നെയാണ് കമ്പാരിറ്റീവ്ലി നല്ലത് അല്ലേ? അതിലിപ്പം നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇവിടെ അതിലൊരു അപ്രീഷിയേഷൻ ഉള്ളതുകൊണ്ട് കമ്പാരിറ്റീവ് നല്ല തന്നെയാണ് സ്വന്തമായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ബിസിനസ്സിനുള്ള സാധ്യതകളും മുമ്പുള്ളതിനേക്കാളും ബിസിനസ് ഇപ്പൊ നമ്മുടെ വോളിയം ഒക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രോഫിറ്റ് കാരണം ഇവിടെ ജനസംഖ്യ തന്നെ ഡബിൾ ആയിട്ട് വർദ്ധിച്ചത്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു 2 വർഷത്തിന്റെ അകത്ത് ഇവിടുത്തെ ജനസംഖ്യ 100% പോപ്പുലേഷൻ വർദ്ധിച്ചു. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആളുകൾ അത്രയും കൂടി. അതില് ഇപ്പം ദുബൈനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് മുഴുവൻ ബിസിനസ്സുകാരും മില്യൺസും ആണ്. യൂറോപ്പിൽ നിന്നും അമേരിക്ക നിന്നൊക്കെയുള്ള രാജ്യങ്ങളിൽ മറ്റുള്ള റഷ്യൻ യുദ്ധത്തിന് ശേഷമാണ് ഇവിടെ ഏറ്റവും വലിയ ബൂം ഉണ്ടായത്. റഷ്യയിൽ നിന്നും ഉക്രൈനിലുള്ള ആളുകൾ ഉണ്ടാവാനും കാശുള്ളവരൊക്കെ ഇവിടെ വന്ന് സെറ്റിലായി. അപ്പോൾ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അറബ് രാജ്യങ്ങളും പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളോട് വന്ന് സെറ്റിൽ ആവുന്നു. പിന്നെ ഇന്ത്യൻസ് ആണ് ഇപ്പോഴും സ്റ്റിൽ 60% ഇവിടുത്തെ എന്താ പറയാ വിദേശികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യൻസ് ആണ്. മലയാളികളും ഉണ്ട്. അതിൽ മലയാളികളും നല്ല ശതമാനമുണ്ട്. നല്ല ശതമാനം ചെയ്യുന്നത്. അവരതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി. കാരണം കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് മെച്ചം. പിന്നെ ഈ പറഞ്ഞ പോലെ വന്നു പോകാനുള്ള സൗകര്യം, പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കിട്ടാത്തത് അവർക്ക്? അതെ. നമ്മുടെ കോഴിക്കോടേക്ക് ഇനിയിപ്പം നല്ല ഫ്ലൈറ്റുകൾ ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു 6-7 ഫ്ലൈറ്റ് ഡെയിലി ഉണ്ട് കോഴിക്കോട്ടേക്ക്. ഇവിടുന്ന് 3-3.5 മണിക്കൂർ യാത്ര ഉള്ളൂ. ഡെയിലി 6-7 ഫ്ലൈറ്റ് ബഡ്ജറ്റിൽ എയർലൈനും ഉള്ളൂ. അത് കാരണം എയർപോർട്ടിന്റെ പ്രശ്നം കാരണമാണ്. എയർപോർട്ട് റൺവേ ശരിയായി കഴിഞ്ഞാൽ എല്ലാ എയർലൈനും വരും. പക്ഷെ എനിക്ക് തോന്നുന്നു 6-7 ഫ്ലൈറ്റ് ഡെയിലി ഉണ്ട്. അതെ. അതേപോലെ നെടുമ്പാശ്ശേരിക്കും തിരുവനന്തപുരത്തെല്ലാം കൂടുതലുണ്ടല്ലോ. അത് ഉറപ്പല്ലേ? അവിടെ എന്തൊരു ട്രാഫിക്കാണ് അവിടെ. മക്കളും കുടുംബമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. മക്കളൊക്കെ ഇവിടെ എന്തോരൊക്കെയായി? മോള് ഇപ്പം എന്റെ കൂടെ തന്നെ ബിസിനസ്സിൽ ഈ റിയൽ എസ്റ്റേറ്റ് അവളാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ മെയിൻ കോർ ബിസിനസ് എന്ന് പറയുന്നത് ഓയിൽ തന്നെയാണ്. എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഉള്ളൂ. പിന്നെ മോൻ ഉണ്ട്. അവനും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 1 വർഷത്തെ കോഴ്സ് വേണ്ട എഞ്ചിനീയറിങ്ങിനാണ്. അത് കഴിഞ്ഞാൽ 12 വയസ്സായൊരു മോളാണ്. എൻ്റെ ഉമ്മ ഇവിടുത്തെ ഞങ്ങളെല്ലാം ഇവിടുത്തെ ഗോൾഡൻ വിസ ഹോൾഡേഴ്സാണ്. 2 വർഷം മുമ്പ് എനിക്ക് ഗോൾഡൻ വിസ കിട്ടി. എൻ്റെ ബിസിനസ് ടേൺ ഓവറിൽ കിട്ടിയതാണ്. ഇവിടെ പല കാറ്റഗറിയിൽ അവർ കൊടുക്കുന്നുണ്ട്.
ഈ സെലിബ്രിറ്റീസ്, ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അതെ, സെലിബ്രിറ്റീസിനും ആർട്ടിസ്റ്റുകൾക്കും കൊടുക്കുന്നുണ്ട്. ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, പിന്നെ ബിസിനസ്സുകാർക്ക്. ഈ ബിസിനസ്സുകാരുടെ കാറ്റഗറിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എന്റെ ഉമ്മയും അതിൽ എലിജിബിൾ ആണ്. ഉമ്മ അധികം നാട്ടിൽ നിൽക്കാറ്, പക്ഷെ ഇവിടെ വരാറുണ്ട്. മറ്റേ വീടിന്റെ വീഡിയോയില് അതെ അതെ, ഉമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഉണ്ടല്ലേ? ശരി, നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് കാണാൻ. പിന്നെ ഈ ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നതിന്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ ആടുജീവിതം പോലുള്ള കുറെ സ്റ്റോറികൾ, അതൊക്കെ ഇന്ന് വെറും കഥകൾ മാത്രമായി അല്ലേ? അതെ അതെ അതെ, അതെല്ലാം അന്നത്തെ കാലത്ത് നെറ്റ്വർക്കും കാര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലല്ലേ. ഇപ്പൊ ഏത് മരുഭൂമിയിലും നെറ്റ്വർക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോയി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അല്ല, നമ്മുടെ ഈ സ്വാതന്ത്ര്യം ഇനി നമ്മുടെ കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിൽ ആരെങ്കിലും പോകുന്നൊരാടുത്ത് വാങ്ങിച്ചിട്ടൊന്ന് വിളിച്ചാൽ മതി. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ചരിത്രം പഠിക്കുമ്പോഴേ ആളുകളൊക്കെ അന്ന് കഷ്ടപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ ഇടികൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ അത് നമുക്കറിയില്ല, അത് കഥ മാത്രമാണ്. അതുപോലെയാണ് ഇവിടുത്തെ അന്നത്തെ കാലത്തെ ജീവിതം. നമുക്കിപ്പോ കഥ മാത്രമാണ്. ഇവിടെ വരുമ്പോ മരുഭൂമി ഒന്നും കാണാനില്ല, എല്ലാം പച്ചപ്പും നല്ല. അല്ല, അതല്ലെങ്കിലും ഈ മരുഭൂമി കൂടുതലുള്ള സൗദി അറേബ്യയിലൊക്കെയാണ്. ഇതൊക്കെ ഒരു ചെറിയ രാജ്യമല്ലേ. സൗദി അറേബ്യയാണ് ഏറ്റവും, എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ 4/3 ഒക്കെ ഉള്ള രാജ്യമാണ് സൗദി. അവിടെ ഒത്തിരി മരുഭൂമി ഉണ്ട്. ഇവിടെ മരുഭൂമി കുറച്ച് കാഴ്ചക്ക് ഭംഗിയാക്കി വെച്ചത് മാത്രമേ ഉള്ളൂ, ടൂറിസത്തിന് വേണ്ടി. അതിലധികം മരുഭൂമി ഉണ്ടെന്ന് പറയാനില്ല ഇവിടെ, കാരണം ഇത് ചെറിയ രാജ്യമാണ്. മരുഭൂമി ഇപ്പൊ ഈ എക്സ്പോ വന്നപ്പോഴത്തേക്ക് അവിടെ വെറുതെ കിടന്ന ലാൻഡൊക്കെ ഇപ്പൊ അതൊരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള വേറൊരു രാജ്യത്തെത്തുന്ന പോലെ ഒരു ഫീലായി അവിടെ. ഇവിടെ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനെ മാറ്റി ഈ ക്ലൗഡ്സ് ഒക്കെ ചെയ്തിട്ട് ക്ലൗഡ് സീഡ് ചെയ്തിട്ട് മഴ ഉണ്ടാക്കുന്നു. അതിനനുസരിച്ച് ഗ്രീനറി വരുന്നു. പിന്നെ നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി വെജിറ്റബിൾ ഫാംസ് എല്ലാം കൃഷി ചെയ്യുന്നു. ഹൈടെക് വെജിറ്റബിൾസ് എല്ലാം വന്നു. അങ്ങനെ ഭയങ്കര ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നപ്പോൾ റേഡിയോയിൽ കേട്ടു. അപ്പൊ ഇവരൊക്കെ ഒരാളുടെ കാര്യമല്ല പറയുന്നത്, ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന പലരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിന്റെ എന്തെങ്കിലും ഒരു അംശം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ഇവർ ശ്രമിക്കാത്തതുകൊണ്ടാണോ, അതോ അവിടെ നടക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണോ, അത് അവർക്ക് താല്പര്യമില്ലാത്തതാണോ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ട്രാഫിക് സംവിധാനമാകട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ പ്ലാനിംഗ് ഒക്കെ ആയിരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ, ഇത്തരം കാര്യങ്ങൾ. അതിലിപ്പോ നമ്മുടെ നാട്ടിൽ കുറെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറയുന്ന ഒന്നാമത് നമ്മുടെ നാട്ടിലെ പോപ്പുലേഷനും ക്രൗഡും ഡെൻസിറ്റിയും ഒക്കെ ആയിരിക്കാം കാരണം, സ്ഥലത്തിന്റെ കുറവ്, എസ്പെഷ്യലി കേരള. ഇപ്പം നേരത്തെ ഞാൻ 2003 മുതൽ സ്ഥിരമായിട്ട് ചൈനയിൽ പോകുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ നാട് ഇങ്ങനെ ആവാൻ കാരണം പോപ്പുലേഷൻ ആയിരിക്കും കാരണം എന്ന് ഞാൻ ധരിച്ചപ്പോൾ, ചൈനയിലും അന്ന് ഇന്ത്യയിലേറെ പോപ്പുലേഷനുള്ള രാജ്യമായിരുന്നു, പക്ഷെ ചൈനയിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഇപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ ഈ ഡെമോക്രസിയാണ് അതിന് കാരണം ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് അതോറിറ്റി ഇല്ല. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് ബാങ്കിലാണല്ലോ, അപ്പോൾ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം ഉദാഹരണമായിട്ട് ഒരു വളവ് തീർത്ത് ഒരു റോഡങ്ങ് സ്ട്രൈറ്റ് വിടണമെങ്കിൽ അതിനൊരു ഇച്ഛാശക്തി മാത്രം പോരാ, അതോറിറ്റിക്ക് പവറും കൂടെ വേണം. അതോറിറ്റിക്ക് പവർ ഇല്ലാത്ത ഒരു ഞാണിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആകുമ്പോൾ അവർക്ക് വോട്ട് ബാങ്ക് ആയിരിക്കും അവരുടെ ഇൻട്രസ്റ്റ്. മറിച്ച് ചൈനയിൽ അങ്ങനെയല്ല. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അവരാളുകളെ തട്ടി മാറ്റിയിട്ട് സ്ട്രൈറ്റ് റോഡ് വേണമെങ്കിൽ സ്ട്രൈറ്റ് റോഡ് അങ്ങ് ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അവരോട് വേണ്ടത് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, എന്താ വേണമെന്ന് ചോദിച്ചാൽ അത്രയും അതോറിറ്റികളുടെ അടുത്തേ നടക്കുള്ളൂ. ഇപ്പം ഈയിടെ സെൻട്രൽ ഗവൺമെന്റ് ഒത്തിരി നല്ല പ്രൊജക്ട് വരാൻ കാരണം സെൻട്രൽ ഗവൺമെന്റിൽ നല്ല കാശുണ്ട്, അപ്പോൾ നല്ല കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻട്രൽ ഗവൺമെന്റും പവർ ഉള്ളതാണ്, നല്ല സ്ട്രോങ് ഉള്ളതാണ്. അപ്പോൾ അവർക്ക് പല തീരുമാനങ്ങളും സ്വയം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡെമോക്രസി കാരണമാണ് നമുക്ക് ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒക്കെ കുറവിന് കാരണം അതോറിറ്റിയുടെ പവർ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ രാജ്യഭരണം അല്ലെ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഈ പറഞ്ഞൊരു തീരുമാനം എടുത്താൽ നടപ്പാക്കുന്നതിന് വേറെ അനുവാദം ഒന്നും ആവശ്യമില്ല, അവര് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഈ ദുബായ് ഇങ്ങനെ ഒഴുകുന്ന നദി പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള ദുബായ് അല്ല ഇപ്പൊ കാണുന്നത്. അതെങ്ങനെ മാറിക്കൊണ്ട് റോഡായാലും ബിൽഡിങ്സ് ആയാലും എല്ലാം. സാറിന്റെ ഓഫീസ് ഇപ്പൊ ഞാൻ വന്നപ്പോ അതിന് തൊട്ടടുത്തൊരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കും. ശരിക്കും നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേ ആ ബിൽഡിംഗ് അവിടെ ഉയർന്നു നിൽക്കുകയും. അതെ, ഒരു ബിൽഡിംഗ് ഒക്കെ ഇവിടെ ഒരു 50-60 ഫ്ലോറിലൊക്കെ മാക്സിമം ഒരു വർഷം കൊണ്ട് കംപ്ലീഷൻ ആവും. അപ്പൊ അത് വേറൊരു കാഴ്ചയായി. അതെ, അതിലിപ്പം പബ്ലിക് പ്രൊജക്റ്റ് ആണെങ്കിലും മറ്റൊക്കെ ഇവർക്ക് എല്ലാം ഈവൻ മാൻ പവർ തൊട്ടിട്ട് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം. എന്നിട്ട് ഇവർ എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ട്, മാൻ പവർ ഉണ്ട്, ബാക്കിയുള്ള മെറ്റീരിയൽ ഉണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ ഡിലേ ആയിട്ടാണ് പോകുന്നത്. ഒരു പാലം പണിയോ മറ്റോ ഉണ്ടെങ്കിൽ വർഷങ്ങൾ നീണ്ട്. അത് നമ്മുടെ നാടിന്റെ ഒരു ഈ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം, രീതിയാണ് നമ്മുടെ ഭരണത്തിന്റെ രീതി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡെമോക്രസിയുടെ ഒരു വൾഗർ അവസ്ഥയാണ് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു അധ്വാനത്തിൽ നമ്മൾ ഒരിടത്ത് എത്തി, നമ്മളെ അധ്വാനമാണ്. ചുറ്റുപാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് സഹായിക്കാൻ.
അല്ലെങ്കിൽ ഒപ്പം നിൽക്കാനൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ നമ്മൾ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ പോലെയൊക്കെ എത്തണമെന്ന് ചിന്തിക്കുക എന്നുള്ളൊരു അവസ്ഥ പൊതുവെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നുണ്ട്. അത് അപ്പോഴാണ് നമ്മൾ കൂടുതൽ സന്തോഷവാനായിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അത് ശരിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒത്തിരി പേരാണ് എൻ്റെ കമ്പനിയിലുള്ളതൊക്കെ. അത് നമുക്ക് എന്നെ കൊണ്ട് കഴിയുന്ന അത്ര സൗകര്യം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം ആരാണെങ്കിലും അവരവരുടെ കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ കൊടുക്കുക, അവർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതിലൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. ശരിക്കും ഈ പ്രവാസം എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല എന്നുള്ളിടത്താണ് നമ്മളിപ്പോ ഹാപ്പി ആയിരിക്കുന്നത്. അന്ന് കേട്ട ഈ കഥകളിലൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. നല്ല വിദ്യാഭ്യാസം സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ അവറോൺ സ്കൂള് പോലുള്ള ഇന്ത്യൻ സ്കൂളൊക്കെ മലയാളികൾ തന്നെ നടത്തുന്നതാണെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ. പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ പഠിക്കാൻ ഇവിടെ ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ഇവിടെ തന്നെ പഠിക്കുന്നത്. ഇവിടുന്ന് മറ്റു രാജ്യത്തേക്ക് പിന്നെ ചിലത് മക്കളുടെ ഒരു ആഗ്രഹപ്രകാരം. ഇപ്പൊ എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, AUS എന്ന് പറയും. അവിടെ നല്ല മാർക്കുള്ളവർക്ക് കിട്ടുള്ളൂ. അവന് ഒരു 50% സ്കോളർഷിപ്പോട് കൂടി അവിടെ അഡ്മിഷൻ കിട്ടിയതാ. പക്ഷെ അവന്റെ ഒരു പാഷൻ ഈ F1 പോലുള്ള സ്പീഡ് കാറുകളുടെ സ്പോർട്സ് വണ്ടികളുടെ ഡിസൈനിങ്ങും മറ്റുമൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. അവൻ അങ്ങോട്ട് ഇവിടെ ഒരു വർഷം പഠിച്ചിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ അവരവരുടെ പാഷൻ അനുസരിച്ച് ലോകത്ത് എവിടെയും പോയിട്ട്. ഇന്ന് ഈ പറഞ്ഞ പോലെ എത്ര കോഴ്സുകളുണ്ട്, എന്തെല്ലാം ടൈപ്പ് കോഴ്സുകൾ. അന്നൊക്കെ ഡിഗ്രി കഴിഞ്ഞാൽ കുറച്ച് ഡിഗ്രി 3-4 ഡിഗ്രി കോഴ്സുകളുണ്ട്. ഇപ്പൊ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കോഴ്സുകളാണ്, ഏതെല്ലാം ടൈപ്പ് കോഴ്സുകളാണ്, സ്പെഷ്യലൈസേഷൻ. അപ്പൊ അതും അവർക്കൊക്കെ വളരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി എന്തെന്നോ നമ്മളിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു സാർ എങ്ങനെ കാണുന്നു ഈ ഒരു നമ്മുടെ ഒരു ജീവിതയാത്ര മുന്നോട്ട്? ജീവിതയാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഡെവലപ്മെന്റ് ഇനിയിപ്പോൾ AI യുഗമാണ്. നമ്മൾ പലതും കേൾക്കുന്നു. നമ്മളതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഏത് രൂപത്തിലാണ് പോകുന്നത്, എന്തെല്ലാം ടെക്നോളജിയാണ് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ അതിനനുസരിച്ചൊക്കെ ഹ്യൂമൻ്റെ സ്ട്രെസ് അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ജോലികളും കുറയാൻ സാധ്യതയുണ്ട്. ഹ്യൂമന് ചിലപ്പോൾ ജോലി ഇല്ലാതാവേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ആളുകളുടെ സൗകര്യങ്ങൾ നോക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിനനുസരിച്ചൊക്കെ നമ്മളും മറ്റെന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ കാണേണ്ടി വരും. പക്ഷേ മക്കളൊക്കെ നമ്മുടെ പുതിയ തലമുറനെയൊക്കെ അതിനനുസരിച്ച് സജ്ജാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം നമ്മുടെയൊക്കെ സ്കൂളുകളിലും മറ്റുമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത കണ്ടു, കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധമായിട്ടും AI എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പഴയ രീതിയൊക്കെ മാറിയിട്ട് സ്കൂളുകളിൽ കാര്യക്ഷമമായ മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അധ്യാപകരൊക്കെ അതിനെതിരായിരിക്കും. കാരണം അവരുടെ പരമ്പരാഗത രീതിക്ക് അവർക്ക് കാരണം അവരത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അവരെ മാറ്റിയെടുക്കണം. അവരെ ചിന്താഗതി മാറ്റിയെടുക്കണം. അവർക്ക് തക്കതായ ട്രെയിനിങ് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് പുതിയ തലമുറക്ക് ഇംപ്ലിമെന്റ് ആയി മാറുള്ളൂ. കാരണം ഇപ്പം നമ്മുടെ പഴയ തലമുറ തന്നെ AI ഒന്നും പ്രാക്ടീസ് അറിയാതിരുന്നാൽ ഒരുപക്ഷെ നമ്മൾ മറ്റൊരു ലോകത്തായി പോകും. നമ്മൾ തന്നെ പഠിക്കേണ്ടതുണ്ട്. പുതിയ തലമുറ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടണം. മൊബൈൽ ഉപയോഗിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ നമുക്കിപ്പോ പുറത്തിറങ്ങിയ ഒരു അവസ്ഥയല്ലേ, ആരെങ്കിലും വിളിച്ച ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. മുമ്പ് ഈ കമ്പ്യൂട്ടർ പ്രാവർത്തികമായ സമയത്ത്, അതായത് എല്ലായിടത്തും എത്തപ്പെട്ട ഒരു സമയത്ത് ഒരുപാട് പേരുടെ തൊഴിൽ പോകുമെന്ന് പറഞ്ഞൊരു സാധ്യത. ഇപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലേ തൊഴിൽ കിട്ടും എന്നുള്ള അവസ്ഥയെത്തി. അതുപോലെ തന്നെ ആയിരിക്കും AI. അതുപോലെ തന്നെ ആയിരിക്കും. അതിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ മാറും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗം തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ കാലത്ത് ഈ ലോകം ഇത്ര വളർന്നില്ലായിരുന്നു. ഒരു പരുവത്തിൽ ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷെ നമ്മുടെ ഈ കാലത്തിൽ ഓരോ ദിവസം കഴിയുന്നതോറും ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതങ്ങനെ ആയിരിക്കും. കാരണം ഇനി ടെക്നോളജി വരുമ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റായിട്ട് നമ്മൾ സങ്കല്പത്തിന്റെ അപ്പുറമുള്ള മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ശരിക്കും ബിഗ് ബോസ് മീറ്റ്സ് റിയൽ ബോസ് എന്നാണ് ഞാൻ പറയുന്നതിന്. അപ്പൊ ശരിക്കും ഒരു റിയൽ ബോസിനെ കണ്ടു. ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. ഞാൻ TV കാണാൻ പൊതുവെ സമയം കുറവാണ്. എന്നാലും ഞാൻ നേരത്തെ കാണാറുണ്ടായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം ഒന്നും കണ്ടിട്ടില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാണാറുണ്ട്. പിന്നെ ഇപ്പം നമ്മളധികം ഈ ഫോണിലാണല്ലോ നോക്കുന്നത്. അതിലെ ചില പാർട്ടുകളൊക്കെ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ വരാറുണ്ട്. താങ്കൾ പ്രാവശ്യം അതിലുണ്ടായിരുന്നു? പലരും അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് പുതിയ ജനറേഷന്റെ ഇടയിൽ അതൊരു പ്രത്യേകത ആയിരിക്കും. പഴയ ആളുകൾക്കൊന്നും അതിന്റെ രീതി ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം TV ഷോകൾ പല രീതിയിലുള്ളതും ഇപ്പം പല ചാനലിലും, നമ്മൾ യൂറോപ്യൻ ചാനലിലൊക്കെ കാണാം.
പല ഇപ്പം കപ്പിൾസിന്റെ മാത്രമുള്ളതും ആ. അങ്ങനെ പല രീതിയിലും വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതൊക്കെ കാണാൻ പറ്റും. അത് അതായത് ചില നമ്മുടെ ഒരു പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ചിലപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഉം. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ആ. ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കേണ്ടതുണ്ട്. ആ, അതെ അതെ എന്തായാലും സന്തോഷം കുറച്ച് സമയം ഉം. സംസാരിക്കാൻ കഴിഞ്ഞു. അതെ. എല്ലാവരും കൂടെ ഒന്ന് കാണാം. ആ കുടുംബത്തിലെല്ലാവരും